ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ആ ഗാങ്സ്റ്ററിന്റെ ആൾക്കാരെല്ലാരും കൂടെ ഹെയ്ജോനെ കൊല്ലാൻ വേണ്ടി വന്നോണ്ടിരിക്കും. ഇതേ സമയം ഇവൻ ആ ഫാമിലിയായിട്ട് പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് എന്റെ മക്കളെ അടിക്കാൻ നീ ആരാളെന്ന് പറഞ്ഞ് അങ്ങേര് ഇവനായിട്ട് അടിക്കും. അതോടെ ഇവിടെ മൊത്തത്തിൽ സീനാകുമ്പോൾ പെട്ടെന്ന് ജെയ്മിയാണ് അവനെ രക്ഷിക്കാൻ വേണ്ടി അവൾക്ക് വയറുവേന എടുക്കുന്ന പറഞ്ഞ് ആക്ട് ചെയ്തോണ്ടിരിക്കും. ഇത് കണ്ട് അങ്ങേരും ആദ്യം ഇവന്റെ ഭാര്യയെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങിക്കോണെന്ന് പറഞ്ഞ് അവനെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്കാക്കും. അതിനുശേഷം അവൻ അങ്ങേരോട് ഇവരുടെ പിള്ളേരൊക്കെ പുറയുന്ന ചതിക്കുമെന്ന് അറിയുമ്പം ആ അച്ഛനാണെ പറയും ഈ കാര്യം ഒന്നും അറിയാഞ്ഞിട്ടല്ല അയാൾ ഇത്രയും ദിവസം ജീവിച്ചോണ്ടിരുന്നേന്ന്, അറിഞ്ഞിട്ട് അറിയാതെ പോലെ അവരോട് സന്തോഷമായിട്ട് ജീവിക്കാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി ചെല്ലുമ്പം ഇവന്റെ മൊബൈലിലേക്ക് പെട്ടെന്ന് മെസ്സേജ് വരും DNA ടെസ്റ്റ് മാച്ചിങ് അല്ലെന്ന്. അതോടെ അവന് ചിരി വന്നിട്ട് ഇങ്ങേറെ കുടുംബത്തിൽ ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവൻ അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. പക്ഷെ അവളാണ് ഇനി ഇവന്റെ കൂടെ എവിടേക്കും വരുത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ നിൽക്കുമ്പം പെട്ടെന്ന് ആ സമയത്തായിരിക്കും ഹുങ് ഇവളെ അന്വേഷിച്ച് അവിടേക്ക് വരുന്നത്. ഇത് കണ്ട് ഇവനാണ് പേടിച്ചിട്ട് അപ്പൊ തന്നെ അവളെ പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് അവൾ അവനെ കണ്ട് നിലവിളിക്കും. ഇതോടെ ഹുങ്ങും പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് ഓടിയത് നോക്കുമ്പോൾ അവനാണ് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ സമയം നോക്കി ഇവൻ അവളെയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അങ്ങനെ ഇവൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സെക്കൻഡ് തന്നെ ഗാങ്സ്റ്ററിന്റെ ആൾക്കാരെല്ലാം ജീഹോയിട്ട് അവിടെ എത്തുമ്പം അവന് പിടികിട്ടി ഹെയ്ജോ ഇപ്പൊ ഇവിടുന്ന് പോകുന്നേ ഉള്ളെന്ന്. പക്ഷെ എന്നാൽ ഇവരോട് ആ സത്യം പറയാതെ മിക്കവാറും ഹോട്ടലിൽ തന്നെ കാണുന്നറിഞ്ഞ് അവരുടെ കൂടെ ആക്ട് ചെയ്തോണ്ട് ഇവന് കൊല്ലാൻ വേണ്ടി പോകും. പക്ഷെ അകത്താണ് ഇതിനും വലിയ ഫൈറ്റ് നടന്ന പോലെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിട്ടേക്കും. ഇതോടെ ആ ഗാങ്സ്റ്ററും ആ ഹെയ്ജോന് മാത്രം തന്ന ഇവരെയൊക്കെ ജീവനോട് വിടും പറയും. അതോടെ അവരുടെ അച്ഛനാണ് വീണ്ടും അടുത്തവ എന്റെ കുടുംബത്തിന് അറ്റാക്ക് ചെയ്യാൻ വന്നോന്ന് പറഞ്ഞ് ഓടി വന്ന് ഗാങ്സ്റ്ററിനെ അങ്ങ് അടിച്ചിടും. ഇതോടെ എല്ലാരും ഷോക്കായി അങ്ങേരെ വെട്ടി കൊല്ലാൻ പോകുമ്പോൾ കറക്റ്റ് അവിടേക്ക് വരുന്ന പോലീസും ആരും അനങ്ങിപ്പോലെന്ന് പറഞ്ഞ് സറൗണ്ട് ചെയ്യും. പക്ഷെ 2 പോലീസ് ഒരുത്തനാണ് തോക്കെടുക്കാൻ മറന്നോ എന്നറിഞ്ഞ് അവൻ കാറിന്റെ അടുത്ത് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ആ സമയം ഹുങ്ങാണ് ആ കാർ എടുത്തോണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങും. പോലീസ് മാമന്മാരെ സോറി, എനിക്ക് അത്യാവശ്യമായിട്ട് എന്റെ ഫ്ലവറായ ജെയ്മിയെ രക്ഷിക്കാൻ പോണം, നിങ്ങളുടെ കാർ ഞാൻ പിന്നെ തരാം കേട്ടോ എന്നിന് ഇവനെ അനൗൺസ് ചെയ്യുമ്പോഴാണ് പോലീസുകാർക്കെല്ലാം ഭ്രാന്ത് പിടിക്കും ഇവനെ കൊണ്ട് മൊത്തത്തിൽ ശല്യമായി പോയെന്ന്. അതിനുശേഷം ഈ കാര്യം അവന്റെ അമ്മയെ അറിയുമ്പോഴാണ് ഈ പയ്യനെ കൊണ്ട് മൊത്തത്തിൽ ശല്യമായി പോയെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ ഹെൽപ്പിന് വേണ്ടി ഒരാളെ വിദേശത്ത് നിന്ന് വരുത്തിപ്പിക്കും. അവന്റെ പേര് ജോണെ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമൊക്കെ ഉള്ളത്. ഇതേ സമയം ഇവിടെ വൺ ചേസിങ് ആയിരിക്കും. അവളാണ് കുറെ ഹുങ് വരുന്നിട്ട് ഇവനെ മൊത്തത്തിൽ ഡിസ്റ്റർബ് ചെയ്യുമ്പം സൈഡിൽ കൂടെ ഹുങ് കാർ എടുത്തോണ്ട് വന്നിട്ട് പറയും അവൻ തീർച്ചയായിട്ടും ഇവളെ രക്ഷിച്ചോണ്ട് പോകുന്നു, അതുകൊണ്ട് ഡ്രൈവറിനെ ശല്യപ്പെടുത്താതെ അവളെ വെറുതെ ഇരിക്കാൻ പറയും. ഇത് കേട്ട് അവനും ചിരിച്ചോണ്ട് പെട്ടെന്ന് വണ്ടിയുടെ സ്പീഡ് കൂട്ടുമ്പോഴാണ് ഹുങ്ങാണ് കുറെ പുറയിലായി പോകും. ഇതോടെ അവൾ എന്തോ എന്നറിയാതെ പെട്ടെന്ന് ഹെയ്ജോന്റെ കഴുത്ത് ഞെരിച്ച് അവനെ വണ്ടി എടുത്താൻ വേണ്ടി പറയും. ഇതോടെ അവന്റെ ഫോക്കസ് മൊത്തത്തിൽ പോയി വണ്ടി ചെന്ന് ഒരു കുഴി വീഴാൻ പോകുമ്പോഴാണ് ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സിനായിരിക്കും അവർ രക്ഷപ്പെടുന്നത്. അപ്പോഴായിരിക്കും പുറ ഇവരെ ഫോളോ ചെയ്തോണ്ടെന്ന് ഹുങ് ചെറുതായിട്ടൊന്ന് തട്ടി ഉടനെ ഇവ 2 പേരും കൂടെ ആ കുഴി ചെന്നങ്ങ് വീഴും. അതോടെ അവനും ദേഷ്യത്തി ഈ നാറ് എന്ന് അടിച്ച് കൊന്നിട്ടുള്ളെന്ന് ഹുങ്ങിനെ അടിക്കാൻ പോകുമ്പോൾ ഇവളാണ് മൊത്തത്തിൽ ഇവിടെ പേടിച്ചിരിക്കും. അതുകൊണ്ട് അവളും പുറകെ ചെന്ന് അവൻ തടയാൻ നോക്കുമ്പോഴാണ് ഇവനാണ് അവളെ സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യും. കാരണം ഇപ്പൊ ഹുങ്ങിന്റെ ഇലക്ട്രിക് ഗണ്ണുള്ള, അതുകൊണ്ട് അവൻ ഇവൾ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് പേടിച്ച് ഷൂട്ട് ചെയ്യാതിരിക്കുമ്പോഴാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞ് അവൻ ഇവനെ കളിയായിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഹുങ്ങും ഞാൻ ഷൂട്ട് ചെയ്തതിന് മുമ്പേ തന്നെ ജസ്റ്റ് ഒന്ന് മാറിക്കോന്ന് പറഞ്ഞ് ജെയ്മിയോട് സിഗ്നൽ കാണിക്കുമ്പം അവൾ അതനുസരിച്ച് മാറിയതോടെ ഇവനാണ് ഹെയ്ജോനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. പക്ഷെ ആ ഗണ്ണ് വർക്ക് ചെയ്യത്തില്ല. ഇതോടെ അവനും ഒരു സെക്കൻഡ് ഞാൻ പേടിച്ചു പോയല്ലെന്ന് പറഞ്ഞ് ഹുങ്ങിന്റെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇവളാണ് എന്തേലൊക്കെ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ ആ ടെൻഷന് അവൻ തന്നെ അറിയാതെ അവനെ തന്നെ ഷൂട്ട് ചെയ്യും. ഇതോടെ ഹുങ് പെട്ടെന്ന് ബോധം കെട്ട് വീഴുമ്പോഴാണ് ഇവൾ അടുത്തേക്ക് ചെന്ന് ഇവൻ എന്തേലും പറ്റുകയും ചെയ്യും. പക്ഷെ അവനാണ് ഒരു അനക്കവും കാണത്തില്ല. അതുകൊണ്ട് അവൾ ആ ദേഷ്യത്തി ഇവൻ കാരണം ഇതൊക്കെ സംഭവിച്ചെന്നറിഞ്ഞ് അവനെ പിടിച്ച് കുലിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹെയ്ജോ ആണ് അവന് തലയിറക്കം വരുന്നെന്ന് പറഞ്ഞ് അവളെ നിർത്താൻ പറയും. പക്ഷെ അവളെ കേൾക്കാതെ ഇവനെ പിടിച്ച് ഇങ്ങനെ കുറെ കുലിക്കുമ്പം പെട്ടെന്ന് അവനും ബോധം കെട്ടങ്ങ് വീണു. ഇത് കണ്ട് അവളും ജസ്റ്റ് ഒരു ആക്ടിങ് ആയിരിക്കും എന്ന് പറഞ്ഞ് ദേഷ്യത്തെ അവൻ എഴുന്നേക്കാൻ പറയുമ്പോഴാണ് ഇവന്റെ സൈഡിൽ നിന്ന് ഒരു അനക്കവും കാണത്തില്ല. ഇതേ സമയം ഗാങ്സ്റ്ററിന്റെ ആൾക്കാരെല്ലാം പോലീസ് പൊക്കിക്കൊണ്ട് പോകുമ്പോഴാണ് അവനാണ് ദേഷ്യത്തി ഞങ്ങളൊന്നുമല്ല ഹോട്ടലിൽ പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഈ പോലീസുകാരോടൊക്കെ പറഞ്ഞു നോക്കും. പക്ഷെ അവരാണ് അതൊന്നും വിശ്വസിക്കാതെ കത്തിയും കൊണ്ട് അവിടെ നിന്നോണ്ട് ഞങ്ങളോട് വെറുതെ കള്ളം പറയുന്നെന്ന് പറഞ്ഞ് ഇവരെല്ലാം പിടിച്ച് അകത്തിടും. അതേസമയം ഇവിടെ ഹെയ്ജോൻ കണ്ണൂർ നോക്കുമ്പോഴാണ് ചുറ്റും ആരും കാണത്തില്ല. അതോടെ അവനും മിക്കവാറും അവനായിട്ട് ഇവിടുന്ന് പോയി കാണുമെന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവൾ അങ്ങ് ദൂരെ ഒറ്റയ്ക്കിരിക്കുന്ന ഇവൻ കാണുന്നത്. ഇതേ സമയം ഗാങ്സ്റ്ററും പോലീസുകാരോടൊക്കെ റൂൾസ് പറഞ്ഞുകൊണ്ടിരിക്കും. ഡേ പോലീസുകാരെ, എന്റെ അടുത്തൊരു പകുതി പോലീസുകാരനുണ്ട്, ഇവൻ 12 പ്രാവശ്യം പോലീസ് എക്സാം എഴുതി ഫെയിൽ ആയവനാ, ഇവൻ അറിയാത്ത റൂൾസ് ഇല്ല, ഞങ്ങൾ തെറ്റ് ചെയ്യാതെ ജയിലിൽ പിടിച്ചിട്ടേക്കുന്ന റൂൾസിനെതിരാ, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ റിലീസ് ചെയ്യും എന്നിനെ ഗാങ്സ്റ്റർ പറയുമ്പോഴാണ് പോലീസും അയ്യോ മോനെ ഇത് ജയിലല്ല, ഇത് ഞങ്ങളുടെ സ്റ്റോറേജ് റൂമാ, ഞാനിപ്പോ നിന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടിയാ ഇവിടെ പിടിച്ചെടുത്തേക്കുന്ന, ഇപ്പൊ മതിയായോ എന്നിനാ പോലീസും പറയുമ്പോഴാണ് ഗാങ്സ്റ്റർ ആണ് ചോദ്യം ചെയ്യാൻ വേണ്ടി ഇവിടെ കടച്ചിടാവെന്ന് പറഞ്ഞ് അവന്റെ ആ പകുതി പോലീസിനോട് ചോദിക്കും. അപ്പനാണ് ഇതൊക്കെ അറിഞ്ഞ് ഞാൻ പാസ്സാകത്തില്ലായിരുന്നോ ബോസേ എന്ന് പറഞ്ഞ് അവ മൊത്തത്തിൽ നാണം കെടുത്തുമ്പം ഇവരെല്ലാരും കൂടെ അകപ്പെട്ടു പോകും. അപ്പനാണ് ഇവരുടെ കൂടെ തന്നെ ആ സെല്ലി ഹുങ്ങും ഉള്ളത്. അങ്ങനെ അവനും അവസാന സമയത്ത് വെച്ച് ജെയ്മി മിസ് ചെയ്യുന്ന പറഞ്ഞ് ആ കമ്പി
കൈയിട്ട് തലയടിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതേണ്ട ഗാങ്സ്റ്ററും ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങിയിരടാ വട്ടി എന്ന് പറഞ്ഞ് അവനിങ്ങനെ അടുത്തേക്ക് വരും. അപ്പോഴാണ് പോലീസാണ് ഹുങ്ങിനെ മാത്രം പുറത്തേക്ക് വിളിക്കുമ്പം ഇത് കേട്ട് അവരെല്ലാരും കൂടെ ഞങ്ങളും കൂടെ പുറത്തേക്ക് ഇടുന്ന് പറഞ്ഞ് അവരായിട്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം പോലീസ് ഹുങ്ങിനോട് ഇവനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തി വരുന്നുണ്ടെന്ന് പറയും. അങ്ങനെ അത് വേറെ ആരുമല്ല, ഇവന്റെ അമ്മ വിളിച്ചു വരുത്തിയ ആ ജോൺ ആണ്. അതിനുശേഷം ഇപ്പോഴാണ് നമുക്ക് ആ സീൻ കാണിക്കുന്ന ജെയ്മി എന്തുകൊണ്ടാ ഹുങ്ങിന്റെ കൂടെ പോകാതെ അവൾ അവിടെ തന്നെ ഇരുന്നേന്ന്. അങ്ങനെ ഇവള് ഹുങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവള് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കുന്നത്. ഇവരുടെ കല്യാണത്തിന് അവന്റെ അമ്മ സമ്മതിക്കാത്തപ്പോ അവനാണ് എല്ലാവരുടെ ഫ്രണ്ട് വെച്ച് പനിഷ്മെന്റ് ആയിട്ട് അവന്റെ ഡ്രസ്സൊക്കെ ഊരി കളയും. എന്നിട്ട് അവൻ ആ മഴയത്ത് നനഞ്ഞ് മൊത്തത്തിൽ പനി വരുമ്പോഴാണ് എന്ത് കാണിച്ചാലും ഈ കല്യാണത്തിന് സമ്മതിക്കത്തില്ലെന്ന് അവന്റെ അമ്മ ഉറപ്പിച്ചിരിക്കും. ഇതോടെ അവിടേക്ക് വരുന്ന ജെയ്മിയാണ് ഇവനെ കണ്ട് വിഷമം തോന്നി അവന് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പം അവനാണ് ഇവളെ കണ്ടിട്ട് ചോദിക്കും അവന്റെ ജീവിതത്തിന്റെ അവസാനം വരെ കൂടെ കാണുമെന്ന് ഇവള് പ്രോമിസ് ചെയ്യാൻ. അങ്ങനെ ഈ കാര്യം അവനും ചോദിക്കുമ്പം അവളാണ് അവസാനം വരെ ഇവന്റെ കൂടെ തന്നെ കാണുമെന്ന് ഉറപ്പൊടുക്കും. അങ്ങനെ ഈ ഒരു ഡയലോഗിന് ശേഷം അവനും അവന്റെ അമ്മയോട് പെട്ടെന്നൊരു കള്ളം പറയും ജെയ്മി പ്രഗ്നന്റ് ആയിരിക്കുമെന്ന്. അങ്ങനെ അതുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള കല്യാണം സമ്മതിച്ചത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് നോക്കിയിട്ട് അവളും ഇവൻ ആ സമയത്ത് കല്യാണത്തിന് വേണ്ടി കള്ളം പറഞ്ഞെങ്കിലും ഇനിയിപ്പോ അവൾ പ്രഗ്നന്റ് ആകത്തില്ലെന്ന് അറിഞ്ഞ ഇവന്റെ കുടുംബത്തിലെ മൊത്തത്തിൽ പ്രശ്നം വരും പറഞ്ഞിട്ട് അവൾ ഇവിടെ തന്നെ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനം എടുക്കും. അതുകൊണ്ട് അവൻ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഹെയ്ജോനെ അവിടെ നിന്ന് വലിച്ചെടുത്തോണ്ട് വേറെ സ്ഥലത്ത് കൊണ്ടാക്കും. കാരണം ഇവൻ പോലീസിന്റെ കാർ എടുത്തോണ്ട് അതിനുശേഷം പോലീസ് അവിടേക്ക് വന്ന് ഹുങ്ങിനെ മാത്രം പൊക്കി എടുത്തോണ്ട് പോകും. അതിനുശേഷം ഇവൾ ഇതെല്ലാം കണ്ടോണ്ട് അന്ന് ഞാൻ ചെയ്ത സത്യം എന്നെ കൊണ്ട് നിലനിർത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് അവൾ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അതിനുശേഷം ഹെയ്ജയ്ക്ക് ബോധം വന്ന് ഇവളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് അവളാണ് ഇവന് വേണ്ടി ഒന്നല്ല ഇവിടെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നെന്ന് പറഞ്ഞ് അവൾ അപ്പൊ തന്നെ അവിടെ നിന്ന് പോകാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് ഇവനും തടഞ്ഞിട്ട് അവന്റെ കൂടെ കുറച്ച് ദിവസം കൂടെ സ്പെൻഡ് ചെയ്യണമെന്ന് പറയുമ്പം അവൾക്കാണ് പെട്ടെന്ന് ദേഷ്യം വന്ന് ഇവളുടെ ലൈഫ് ഒന്ന് കുളവാക്കാതെ നിർത്തി തരുമെന്ന് പറഞ്ഞ് അവനോട് ചൂടാകും. ഒന്നെങ്കിൽ രണ്ടുപേരും ആരോളൊരാൾ ചത്താൽ മാത്രമേ നമുക്ക് സമാധാനം കിട്ടത്തുള്ളൂ എന്ന് അവൾ പറയുമ്പം ഇവനാണ് ഇത് കേട്ട് ഇവളുടെ സന്തോഷത്തിന് വേണ്ടി അവൻ ചത്തോളാന്ന് പറയും. പക്ഷെ അതുവരെ ഇവന്റെ കൂടെ ഇവൾ എപ്പോഴും കാണണമെന്ന് പറയുമ്പം ഈ ഡയലോഗ് കേട്ട് അവളും എങ്കിൽ പിന്നെ ഇപ്പൊ തന്നെ ചാവെന്ന് പറഞ്ഞ് അവനെ ചവിട്ടി വെള്ളത്തിലാക്കും. അതിനുശേഷം അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോകുമ്പോഴാണ് ഇത് കണ്ട് അവന് മൊത്തം ചിരി വരും. അതിനുശേഷം അന്ന് രാത്രി ജെയ്മിയും പോലീസ് സ്റ്റേഷന്റെ പുറത്തിരുന്ന് ഹുങ്ങിനെ ഫോൺ വിളിക്കും. കാരണം അവനെ വിളിക്കാൻ ഇതുവരെ ജോൺ വരാത്തോണ്ട് അവൻ ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉള്ള. അങ്ങനെ ഇവളാ ഫോൺ വിളിക്കുന്ന അറിഞ്ഞ ഉടനെ അവനും പെട്ടെന്ന് ഷോക്കായി പോലീസിനോട് ഇവൾ എവിടാന്ന് പറഞ്ഞ് ട്രാക്ക് ചെയ്യാൻ വേണ്ടി പറയും. അവരാണ് അവളും കരഞ്ഞോണ്ട് അവളിപ്പോ മൊത്തത്തിൽ പേടിച്ചിരിക്കുമെന്ന് പറയും. ഇത് കേട്ട് ഇവനും പേടിക്കാനൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് തന്നെ നിന്നെ കണ്ടെത്തി രക്ഷിക്കുമെന്ന് അവൾക്ക് വാക്കുകൊടുക്കുമ്പം അവളാണ് ഇവനോടൊരു കാര്യം പറയും. അവനോട് അവന്റെ അമ്മയോട് സത്യം മറച്ചു വെക്കുന്നത് അവൾക്കൊരു കുറ്റബോധമായിട്ട് ഫീൽ ചെയ്യുന്നെന്ന്. അങ്ങനെ ഇവള് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവളുടെ അസുഖത്തിനെ കുറിച്ചാ. പക്ഷെ ഇത് മനസ്സിലാവാതെ അവനാണ് ഇവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവന്റെ അമ്മയോട് കള്ളം പറഞ്ഞ് ഈ കല്യാണത്തെ സമ്മതിപ്പിച്ച് അവനാന്ന് പറയും. അതുകൊണ്ട് തെറ്റല്ല അവന്റെ ഭാഗത്താന്ന് പറഞ്ഞ് ഇവൾ എവിടാന്ന് പറഞ്ഞ് തിരക്കുമ്പം പെട്ടെന്ന് അവിടേക്ക് വരുന്ന ഹെയ്ജോ ആണ് ആ കോളം കട്ട് ചെയ്യും. കാരണം ഇവളെ കൊണ്ട് സത്യം പറയാൻ പറ്റത്തില്ലെന്ന് അവനറിയാം. അതേസമയം കോള് കട്ടായി ടെൻഷന് ഇവൻ ഇവിടെ പോലീസിനോടൊക്കെ പറയുമ്പോഴാണ് പോലീസുകാരൊക്കെ ആ നമ്പർ പുറത്തുള്ള ലാൻഡ് ഫോണിന്റെ നമ്പറാന്ന് പറയും. അതോടെ ഇവൻ അപ്പൊ തന്നെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് അവൾ അവിടെ കാണത്തില്ല. അതോടെ അവനെ നിലവിളിച്ചോണ്ട് എന്റെ ജെയ്മിയെ തൊട്ടുപോയ നിന്നെ കൊല്ലൂടാന്ന് പറഞ്ഞ് അവൻ അവിടൊക്കെ ഫുൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതേ സമയം ഇവളാണ് ഇതെല്ലാം കേട്ട് സൈഡിൽ നിന്ന് വിഷമിച്ചോണ്ടിരിക്കും. അങ്ങനെ ഹെയ്ജോ ആയിരിക്കും അവളെ സമാധാനപ്പെടുത്തുന്നത്. അതിനുശേഷം അവൻ അവളെ വിളിച്ചോണ്ട് ഒരു കടയിൽ ചെന്ന് ഫുഡ് കഴിക്കുമ്പോഴാണ് ഇവനാണ് അവളോട് പറയും ഇവള് പുറത്ത് കാണാൻ ധൈര്യമായിട്ട് ആക്ട് ചെയ്താലും സത്യത്തിൽ ഇവൾക്ക് അത്രയും ധൈര്യമൊന്നും ഇല്ലെന്ന്. അതുകൊണ്ടല്ല ഇവളുടെ അസുഖത്തിനെ കുറിച്ച് ധൈര്യത്തോടെ അവനോട് ചെന്ന് പറയാത്തേം ചോദിക്കും. അപ്പോഴാണ് അവളും ഇതുവരെ അവളുടെ സന്തോഷം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, പക്ഷെ ഇവൾ അവനെ കല്യാണം കഴിക്കുവാണ്. അതിനുശേഷം ഇവളുടെ കാര്യം അറിഞ്ഞ് കുടുംബത്തെ മൊത്തത്തിൽ പ്രശ്നമാകും. അങ്ങനെ ഇവൾ കാരണം അവന്റെ സന്തോഷം പോലെന്ന് അവൾക്ക് ഇപ്പോഴാ മനസ്സിലായ. അങ്ങനെ മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് ജീവിക്കാൻ ഇവൾക്ക് ആഗ്രഹില്ലെന്ന് പറയുമ്പം ഇത് കേട്ട് അവൻ അവന്റെ അച്ഛനെ ഓർമ്മ വരും. ഇതേപോലെ ഒരു അവസ്ഥയില അവൻ ഇപ്പോൾ ഉള്ളതെന്ന്. ഇതേ സമയം ഹുങ് പോലീസുകാരോടൊക്കെ അവനെ പിടിച്ചിട്ട് ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞ് അവൻ അവിടെ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ പോലീസുകാരൊക്കെ സമാധാനത്തിൽ അവനെ പോകാൻ പറഞ്ഞാലും അവൻ അവിടെ നിന്ന് പോകത്തില്ല. അപ്പോഴാണ് ഇതെല്ലാം സെല്ലിന്ന് കേൾക്കുന്ന ഗാങ്സ്റ്ററും ആണുങ്ങളായി അങ്ങനെ തന്നെ വേണോന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യും. കാരണം രണ്ടുപേരുടെ അവസ്ഥ ഏകദേശം ഒരേപോലെ തന്നെ. അങ്ങനെ അവനെ പിടിച്ച് ജയിലിൽ ഇട്ടാല് ഇവിടെ നിന്ന് ഇറങ്ങത്തുള്ളെന്ന് ഹുങ് അവിടെ നിന്ന് വാശി പിടിക്കുമ്പോഴാണ് അവിടേക്ക് വരുന്ന ജോൺ ആണ് നൈസിന് ഇവനെ പൊക്കിയെടുത്തോണ്ട് അവിടെ നിന്ന് അങ്ങ് പോകും. ഇത് കണ്ട് അവിടേക്ക് എല്ലാവരും കൂടെ ഷോക്കായി പോകും. അതേസമയം ഫുഡ് കഴിച്ചിട്ട് ഹെയ്ജോയും ജെയ്മിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവളും അവൾക്കിപ്പോ എന്തുവാ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ലെന്ന് പറഞ്ഞോണ്ടിരിക്കും. അതുകൊണ്ട് എന്തേലും അഡ്വൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവനോട് ചോദിക്കുമ്പം ഇവനാണ് അവളോടൊരു കാര്യം പറയും ഇവളെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ചെയ്തിരിക്കണമെന്ന് എന്തേലും പ്ലാൻ ചെയ്ത് ജീവിക്കുകയാണ്. അത് എന്തേലൊക്കെ പ്രശ്നം വരുമ്പോ ഇവള് മൊത്തത്തിൽ ഇപ്പോഴത്തെ പോലെ കൺഫ്യൂസ്
കൺഫ്യൂസ് ആയി പോകും. അതുകൊണ്ട് അവനെ പോലെ ജീവിതത്തിൽ വലിയ പ്രതീക്ഷ ഒന്നും ഇല്ലാതെ പോകുന്ന വഴിക്ക് അങ്ങ് പോയിക്കോണമെന്ന് പറഞ്ഞ് അവളെ അഡ്വൈസ് ചെയ്യുമ്പം എങ്കിൽ പിന്നെ ഞാനിപ്പോ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങും. അതിനുശേഷം അവനും പുറകെ ചെന്ന് പോകുവാണെങ്കിൽ ഞാനും കൂടെ വരാന്ന് അവളുടെ പുറകെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഇവിടെ ഹുങ്ങിനെ കാണിക്കുന്ന ആ പോലീസുകാർ കണ്ടുപിടിക്കാത്ത ഡീറ്റെയിൽസ് പോലും ഇവിടെ ജോൺ ഒറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം കണ്ടുപിടിച്ച് തരും. ഇതോടെ അവൻ മൊത്തം ഷോക്കായിട്ട് എന്റെ അമ്മയ്ക്ക് ഇത്രയും വലിയ ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആ ഡോക്യുമെന്റ്സ് ഒക്കെ വായിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഹെയ്ജോന്റെ യഥാർത്ഥത്തെ പേര് ജെയ്സോങ് എന്ന് അവന് മനസ്സിലാവുന്ന. അങ്ങനെ ഈ പേര് അവന്റെ വളർത്തിയ അച്ഛൻ വെച്ചതാ. അതിനുശേഷം അങ്ങനെ ഉപേക്ഷിച്ചതിന് ശേഷം ഇവ ഹെയ്ജോ എന്ന് പറഞ്ഞ പേര് മാറ്റിയ. അതോടെ ഹുങ്ങിന് ഇവിടെ പിടികിട്ടി. അപ്പൊ അന്ന് കല്യാണത്തിനെന്ന് വെച്ച് പറഞ്ഞ പോലെ ഇവൻ ജെയ്മിയെ പോലെ അനാഥയൊന്നല്ലെന്ന്, പിന്നെന്തിനാ ചേട്ടനാന്നൊക്കെ കള്ളം പറഞ്ഞെന്ന് ഇവനിവിടെ ടെൻഷനായിരിക്കുമ്പം ഹെയ്ജോയും ജെയ്മിയും കൂടെ സന്തോഷിച്ചിരിക്കുന്ന ഫോട്ടോസൊക്കെ അവനിങ്ങനെ കാണും. അതോടെ അവന് ചെറിയൊരു സംശയമായിട്ട് എന്തായാലും ജെയ്മി എന്നെ പറ്റിക്കത്തില്ലെന്ന് ആ ഡോക്യുമെന്റ്സ് എല്ലാം പെട്ടെന്ന് കീറിക്കളയും. എനിക്കറിയാം ജോണേ, നീ എന്റെ അമ്മയുടെ ഇതൊക്കെ കൊടുത്ത് എന്റെ കല്യാണം നിർത്താനല്ലേ നോക്കുന്നത്, ഇനി നിന്നെ കൊണ്ടത് പറ്റില്ല എന്നിട്ട് അവനും പെട്ടെന്ന് കാർ നിർത്താൻ പറഞ്ഞിട്ട് ആ വണ്ടി എടുത്തോണ്ട് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് ജോണും താക്കോലില്ലാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇവനെ ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞിട്ട് അവൻ അടുത്തേക്കൊന്നിരിക്കും. അപ്പോഴാണ് ഹുങ്ങിനൊന്നും മനസ്സിലാവാതെ എന്തായാലും ഞാൻ വീട്ടിലേക്കൊന്നല്ല പോന്നെന്ന് പറഞ്ഞ് ആ വീണ്ടും ജെയ്മി അന്വേഷിക്കാൻ വേണ്ടി പോകും. അതിനുശേഷം അടുത്ത ദിവസം ഹെയ്ജോ അവളെയും വിളിച്ചോണ്ട് ബൂസാനിലേക്ക് ചെല്ലും. അങ്ങനെ ആദ്യത്തെ ആൾ ഇവന്റെ അച്ഛനല്ലെന്ന് മനസ്സിലാക്കിയതോടെ ഇപ്പൊ രണ്ടാമത്തെ വ്യക്തി അന്വേഷിച്ച് അവിടേക്ക് പോവുക. അങ്ങനെ ഇവരും ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോഴാണ് ജെയ്മിയെ ഫ്രണ്ട് ഒരു കപ്പിൾസ് ഇരിക്കുന്നുണ്ട്. അവളാണ് കൊച്ചുമായിട്ട് അവൾ അവിടെ ഇരിക്കുന്ന പോലെ അവൾ ഓർത്ത് നോക്കും. ഇതേ സമയം ഹെയ്ജോ ഇവൾ നോക്കുന്നുണ്ട്. അവനും നോക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ്റെ കൂടെ പണ്ട് സന്തോഷമായിട്ട് ജീവിച്ചേക്ക് അവനിങ്ങനെ ഓർമ്മ വന്നു. അപ്പോഴാണ് അവളും ബൂസാനിൽ ചെന്ന് ആര് മീറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ അവനാണ് അവന്റെ അച്ഛനെ കണ്ടെത്താൻ പോവാന്ന് ആ സത്യത്തിൽ ഇവളോട് പറയും. ഇത് കേട്ട് അവള് ഷോക്കായി. ഭാഗ്യത്തിന് ആ ഹോട്ടലിലുള്ള വ്യക്തി ഇവന്റെ അച്ഛനാകാത്തെന്ന് പറയും. കാരണം സ്വന്തം മക്കൾ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കിയിട്ടും അതിനെ എതിർത്ത് സംസാരിക്കാതെ ഒരു പാവപ്പെട്ടവനായിട്ട് ജീവിക്കുന്ന എന്തായാലും അങ്ങനത്തെ അച്ഛനും നിനക്ക് വരത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവനെ ആശ്വാസപ്പെടുത്തുന്ന പോലെ സംസാരിക്കും. അതിനുശേഷം അവൻ അപ്പം തന്നെ വാഷ്റൂമിൽ പോയിട്ട് വരാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെല്ലുമ്പോഴാണ് ഇവനാണ് ഭയങ്കര തലവേദനയായിരിക്കും. അങ്ങനെ അവൾ അറിയാതെ ഗുളി കഴിക്കാൻ വേണ്ടിയാ അവനിപ്പോ വാഷ്റൂമിലേക്ക് വന്ന്. അതിനുശേഷം ഇവർ സ്റ്റോപ്പ് എത്തുമ്പം ഇവള് പുറത്തിരുന്ന് അവനെ വിളിച്ചോണ്ടിരിക്കും. അങ്ങനെ അവന് കുറെ സമയത്തിന് ശേഷം വയ്യാതെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അതിനുശേഷം ഇവരുടെ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴാണ് ഇവളാണ് ബാത്റൂമിൽ ഗുളിക കിടക്കുന്നിട്ട് ഇവനോട് ചോദിക്കും ഇന്നലെ ഇവൻ എന്തിനാ ചെറുതായിട്ട് അവനെ കുലിക്കപ്പം അവൻ ബോധം കെട്ടി വീണു പോയെന്ന്. അങ്ങനെ ഇവൻ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് അവൾ വിചാരിക്കുമ്പം അവനാണ് വിഷയം മാറ്റാൻ വേണ്ടി ഇവളുടെ കല്യാണ ചെറുക്ക് വണ്ടിയും കൊണ്ട് ഇടിച്ചുകൊണ്ട് അവൻ അങ്ങനെയൊക്കെ പറ്റിയെന്നറിയും. ഇതേ സമയം ഹുങ് അവളെ അന്വേഷിച്ച് പോകാത്ത സ്ഥലമൊന്നുമില്ല. ആ ഏരിയ ഫുൾ അവൻ ചുറ്റി കാണും. അങ്ങനെ അവൻ അവളെ കുറിച്ച് മാത്രം ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ജോണിന് അപ്പത്തന്നെ ഇൻഫർമേഷൻ കിട്ടും അവരുടെ ബൂസാനിലേക്ക് പോയെന്ന്. അതുകൊണ്ട് ഇനി ഞാൻ വണ്ടി ഓടിക്കാന്ന് പറഞ്ഞിട്ട് ഇവനെ എഴുതിക്കൊണ്ട് അവിടെ നിന്ന് പോകും. കാരണം സ്വന്തം മകന് എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ വേണ്ടിയ അമ്മ ജോണിനെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയ. പക്ഷെ ഇവിടെ അവളാണ് മൊത്തത്തിൽ വൈബ് അടിച്ച് ഹെയ്ജോന്റെ കൂടെ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചോണ്ടിരിക്കും. അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇവന് പൈസ കൊടുത്ത് വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ് ഇവരുടെ പൈസയൊക്കെ തീർന്നു പോകും. അതിനുശേഷം അവന് ബാങ്കിൽ നിന്ന് ഉള്ള എല്ലാ പൈസ എടുത്തോണ്ട് അവളുടെ കൂടെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇവന് അസിസ്റ്റന്റ് എടുത്തിരുന്ന് ആ ഹോട്ടലിൽ വെച്ച് മെസ്സേജ് എന്ന് കാണും. ആ ഗാങ്സ്റ്ററിന്റെ ആൾക്കാരൊക്കെ ഇവനെ കൊല്ലാൻ വേണ്ടി അവിടേക്ക് വന്നോണ്ടിരിക്കുവന്ന്. അങ്ങനെ അവന് സ്വന്തം ജീവിയെ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആക്ട് ചെയ്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഹോട്ടലിലേക്ക് വരുന്ന മുമ്പേ തന്നെ ഇവൻ അവിടെ നിന്ന് മുങ്ങാൻ പറഞ്ഞാണ്. അതുകൊണ്ട് ഇവിടെ ഹെയ്ജോവും ഇനി അവൻ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞ് അവന്റെ ഫോൺ നശിപ്പിച്ചിട്ട് വാടകയ്ക്ക് വേറൊരു ഫോൺ വാങ്ങിക്കും. എന്നിട്ട് ഇവര് വേണ്ടി ഷോപ്പിംഗ് ചെയ്യുമ്പോഴാണ് അവളാണ് ചെരുപ്പ് കണ്ടിട്ട് ഇത് 100 രൂപയ്ക്ക് തരാൻ പറ്റുമെന്ന് പറഞ്ഞ് ആ കടക്കാരനോട് സംസാരിച്ചോണ്ടിരിക്കും. പക്ഷെ അയാളത് കുറയ്ക്കത്തില്ലെന്ന് പറയുമ്പോഴാണ് ഇവൻ പൈസ കൊടുത്ത് അവൾക്ക് ആ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കും. അതോടെ അവള് മൊത്തം സന്തോഷത്തിലാവും. അങ്ങനെ ഇവളുടെ സന്തോഷം കാണുമ്പോഴാണ് അവന് സന്തോഷം വരുന്നത്. പക്ഷെ ഇവിടെ ഇവനെ കുറിച്ച് വിഷമിച്ച നമ്മുടെ ജീഹോയാണ് പാവം ആ ഗാങ്സ്റ്ററിന്റെ അടുത്തിരുന്ന് മരിക്കാൻ പോവുക. അങ്ങനെ അവന്മാരൊക്കെ ഇവനെ റെയിൽവേ ട്രാക്കിൽ കെട്ടിയിട്ടിട്ട് ആ ഹോട്ടലിൽ ചെല്ലുന്ന മുമ്പേ ഹെയ്ജോയ്ക്ക് അയച്ച മെസ്സേജ് പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോഴാണ് ഗാങ്സ്റ്റർ അവനോട് മോനെ കൊച്ചുകുട്ട, ഞങ്ങളുടെ ടീമിലും ഹാക്കർസ് ഒക്കെ ഉണ്ട്, ഗാങ്സ്റ്റേഴ്സ് ഒക്കെ ഡെവലപ്പ് ആവണ്ടേ, അതുകൊണ്ട് നീ അവനെ രക്ഷപ്പെടാൻ വേണ്ടി അയച്ച മെസ്സേജ് ഒക്കെ ഞങ്ങൾ കേട്ട്, അപ്പോ അവനെ കണ്ടെത്തുന്ന പോലെ നീ ചുമ്മാ ആക്ട് ചെയ്യല്ലേ എന്നിനെ ഗാങ്സ്റ്റർ അവനോട് സംസാരിക്കുമ്പോഴാണ് അവനാണ് മൊത്തത്തിൽ പേടിച്ചുറച്ച് എന്നെ ഒരു തന്നെ മാത്രം ക്ഷമിച്ചേക്കണം എന്ന് പറഞ്ഞ് അവൻ കെഞ്ചിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഗാങ്സ്റ്ററും ഇപ്പൊ വരാമോ എന്ന് ട്രെയിൻ ഇടിച്ച് ജീവനോട് കാണുവാണ് അപ്പ ചാൻസ് തരാന്ന് പറഞ്ഞ് അവനെ പേടിപ്പിച്ചോണ്ടിരിക്കും. ഇതോടെ അവനും പേടിച്ച് മൊത്തത്തിൽ പെടുത്തു പോകുമ്പോഴാണ് ഇത് കണ്ട് ഇവന്മാരെല്ലാം കളിയാക്കി ദാ വരുന്ന ട്രെയിൻ നിന്നെ വാഷ് ചെയ്തോണ്ടോ എന്ന് അവരൊക്കെ ഇവൻ ചാവാൻ പോകുന്ന കണ്ടോണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു സീനോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണാം.